മനസ്സിൽ എന്താ വണ്ടിയുടെ പോയി എല്ലാം അവിടെ വണ്ടിയൊന്നുമില്ല. എത്ര നേരമായി നിൽക്കുന്നു, എത്ര വണ്ടിക്ക് കൈ കാണിച്ച് വണ്ടിയില്ല ഇവിടെ. നീ വണ്ടി എടുത്തുക്കാ? ഞാനൊന്ന് ലീവാണ് ജീവിക്കാം. ഞാൻ 3-4 ദിവസം വണ്ടി എടുക്കാം. ഞാനൊരു യാത്രയായിട്ട് വരുന്ന. പക്ഷെ ഞാനിവിടെ എത്തി നോക്കുമ്പോൾ ഇവിടെയും വണ്ടി കാണുന്നില്ല. എനക്കും ഒരു യാത്ര ചെയ്യണം. ഞാൻ ഓട്ടോ കാത്ത നിൽക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ എന്താ വെച്ചാല് ഇവിടെ ഒരു പ്രീപെയ്ഡ് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രീപെയ്ഡ് സംവിധാനം കൊണ്ടുവന്നുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ കൃത്യമായിട്ട് ഓട്ടോ കിട്ടാത്തത്. പെർമിറ്റുള്ള വണ്ടിക്കാർ ഇവിടെ ആളെ ഇറക്കിയിട്ട് ആളെ എടുത്തു പോകുന്ന വണ്ടിക്കാരൊക്കെ ഇവിടെ ഉദ്യോഗസ്ഥർ പറഞ്ഞ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്ത് ഫൈൻ ഈടാക്കുന്നുണ്ട്. ഈ ഫൈൻ ഈടാക്കുന്നതുകൊണ്ടാണ് വടകര മുനിസിപ്പാലിറ്റിപ്പെട്ട വണ്ടികൾ പോലും ഇവിടെ എന്താ വന്നിട്ട് ആളെടുത്തിട്ട് പോകാൻ. അപ്പൊ വടകര VM പെർമിറ്റില്ല നിങ്ങള് എല്ലാ ഓട്ടോറിക്ഷ വടകരുള്ള. അപ്പം വടകര മുനിസിപ്പാലിറ്റി പെട്ടല്ലേ റെയിൽവേ സ്റ്റേഷനും അപ്പം ഇവിടെയും വണ്ടി വെക്കാൻ പറ്റില്ലേ? ഇതെല്ലാം ജനങ്ങൾ, സാധാരണക്കാരുടെ ജനങ്ങൾ വന്നിട്ട് ശ്വാസം മുട്ടിട്ട് വരുന്നല്ലോ. എന്താ തോന്നിയ സൈഡ് അതന്നെ നിങ്ങൾ പറഞ്ഞ ശരി തന്നെ. കഴിഞ്ഞ കാലങ്ങളിൽ റോട്ടറി ക്ലബും പോലീസും കൂടിയിട്ട് പണ്ട് ഇവിടെ ഒരു ബൂത്ത് സംവിധാനം ഉണ്ടായിരുന്നു. ആ ബൂത്ത് സംവിധാനം കൃത്യമായിട്ട് പിന്നെ വരുന്ന യാത്രക്കാരൻ ₹1 കൊടുത്തിട്ട് കൃത്യമായിട്ട് ക്യൂ നിന്നോളിക്ക് വണ്ടിയുടെ സംവിധാനം ഉണ്ട്. ഇന്ന് അതിവിടെ കാണുന്നില്ല. രണ്ടാമത്തെ ഇവിടുത്തെ മെയിൻ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. അതായത് ഏതാണ്ട് 100ഓളം വണ്ടികൾക്ക് മാത്രമേ ഇവരെന്താക്കിയുള്ളൂ ഈ പ്രീപെയ്ഡ് സംവിധാനത്തിൽ സ്റ്റിക്കർ കൊടുത്തുള്ളൂ. അതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ₹590 ഇവർക്ക് 3 മാസം കൂടുമ്പോൾ ഇവിടെ റെയിൽവേ കാണിച്ചിട്ട് എന്താക്കണോ പിന്നെ ഇതിങ്ങനെ പുതുക്കി കൊണ്ടിരിക്കണോ. സത്യത്തില് ഒരു വർഷത്തേക്ക് ഒരു ഓട്ടോറിക്ഷയ്ക്ക് ടാക്സ് അടക്കുന്ന വശത്തിൽ ₹600 ഉള്ളതൊക്കെ ഇവർ ശരിക്കും കൊള്ള ലാഭം ഇവര് പറഞ്ഞു. അതുകൊണ്ടാണ് തൊഴിലാളികൾ ഈ സ്റ്റിക്കർ സംവിധാനം എടുക്കാത്തത്. ഇവിടെ വടകര മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് 2000 വണ്ടികളുണ്ട്. ഇവിടെ ആകെ 100 വണ്ടിയാണ് റെയിൽവേ. അത്രയും യാത്രക്കാർ നിങ്ങൾ പറഞ്ഞ അത്രയും യാത്രക്കാർ വരുന്ന സ്ഥലത്ത് ഇവിടെ 100 വണ്ടിനെ കൊണ്ട് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പം തന്നെ ഞാൻ ഓട്ടോ തൊഴിലാ, ഞാൻ 1/2 മണിക്കൂർ ഇവിടെ വണ്ടി കത്തിക്കുന്നത്. ഒരു ഓട്ടോ എനിക്ക് കിട്ടുന്നില്ല. ഇതാ ഇവിടുത്തെ അവസ്ഥ. എന്താ ചെയ്യ വല്ലാതെ ജനം സഹിക്ക. അതന്നെ ആരോട് പറയാന്, ആരോടും പറയാൻ വല്ലാത്തൊരു കഥ. എന്താ ഓട്ടോ ഒന്നില്ല ഇവിടെ? എന്താ പറയാന്, 2-3 ദിവസം മുമ്പ് വന്നൊരു ഇത് തന്നെ സ്ഥിതി. ഒടുക്കം പുതിയ സ്റ്റാൻഡോ പഴയ സ്റ്റാൻഡോ അഭയം തേടേണ്ടി വരും. വരും ആയിക്കോട്ടെ, ഞാൻ നടന്നു പോന്ന കാരണം നിന്നിട്ടൊരു കാര്യമില്ല. പിന്നെ നമുക്ക് നടക്കാൻ